कृष्णा करुणा सिंधु गोपेश गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभश्च कृपा सन्तु च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरे। ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ ഗീതാ വിഷയ സംഗ്രഹം നമ്മൾ ഏത് ശ്ലോകമാണ്? 29 എടുക്കണം. 29 അല്ലേ? 29 ആണോ ഇനി എടുക്കാനുള്ളത്? 29 എടുക്കണം പ്രഭു. 29 എടുക്കണം. 28 നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഓക്കെ, 28 നമ്മൾ എടുത്തു. 29, 30 എല്ലാം ഒരേ അർത്ഥത്തിലാണ് പോകുന്നത്. ആത്മാവിനെ കുറിച്ച്, അതായത് 11 മുതൽ 30 വരെയുള്ള ശ്ലോകം നമുക്ക് ഒരാൾക്ക് പോലും ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അർജുനനെ ഭഗവാൻ ഉപദേശിക്കുകയല്ല, ശാസിക്കുകയാണ്. നിനക്ക് ഈ റോങ് സെന്റിമെന്റ്സ് പാടില്ല, തെറ്റായ അനുകമ്പ പാടില്ല. ആത്മാവിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിനൊരു സ്ഥിരമായിട്ടൊരു സ്വഭാവമുണ്ട്. അത് ശരീരത്തിൻ്റെ ഈ താൽക്കാലിക സ്വഭാവവുമായി വിഭിന്നമാണ്. ശരീരം മാത്രമേ ഉള്ളൂ താൽക്കാലികമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആത്മാവിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഭഗവാനിൽ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ആ ആത്മാവിനെ കുറിച്ചിട്ടാണ് 29ഉം 30ഉം ശ്ലോകങ്ങളുടെ വരുന്നത്. അങ്ങനെ അർജുനന്റെ ആ വാദങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ആ വാദങ്ങൾ തെറ്റാണെന്നും ഭഗവാൻ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഒരാൾക്ക് നമ്മൾ കാര്യങ്ങൾ ഷോർട്ട് കട്ടായിട്ട് പോകാതെ അതിനെ വിശകലനം ചെയ്ത് പോകുമ്പോഴേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുക. അപ്പം എങ്ങനെയാണ് ഒരാളോട് അനുകമ്പ വേണ്ടത് എന്നുകൂടി, ആ അനുകമ്പയുടെ ഗുണങ്ങൾ എന്താണെന്ന് കൂടി ഭഗവാൻ ഈ 30ാമത്തെ ശ്ലോകത്തിലൂടെ പിന്നെ വിവരിച്ച് കഴിയുമ്പോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 31 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മുടെ ഡ്യൂട്ടി എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, അതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അത് ഭൗതികവുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ആ കർമ്മം കൊണ്ട് നമുക്ക് ആനന്ദം കിട്ടേണ്ടതെന്ന് കൂടി 31 മുതൽ 38 വരെയുള്ള ശ്ലോകം പറയുന്നുണ്ട്. അപ്പം ഇപ്പം ഈ ആത്മാവിനെ കുറിച്ചുള്ള ശ്ലോകം, ആത്മാവിനെ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളത്, അതാണ് വേണ്ടത്. ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ നമുക്ക് എപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നു, അതാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ആ കോൺഷ്യസ്നസ് വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. അതായത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ പ്രശ്നത്തിലും നമ്മൾ കൈകടത്തും. എല്ലാം നമ്മുടേതാണെന്നുള്ള വഴിയെ പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ വിളിച്ച് നമ്മുടെ തലയെ കൊണ്ടുവെക്കും. എല്ലാം നമ്മുടേതാണെന്ന് വിചാരിക്കും. എന്നിട്ട് അവരെന്ത് വിചാരിക്കും, നമ്മൾ നോക്കിയില്ലെങ്കിൽ അവനെന്ത് വിചാരിക്കും, അവൻ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മളൊന്ന് പോയെന്ന് നോക്കണ്ടേ, നമ്മൾ ആ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് പോയി തലയിടണ്ടേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് പോയി നോക്കുന്നത്. അവസാനം നമുക്ക് അടി കിട്ടിയിട്ട് വരും. അപ്പൊ ഞാൻ ചോദിക്കും, ഭാര്യ ചോദിക്കും, നിങ്ങളുടെ ആര് പറഞ്ഞിട്ട് അവിടെ പോകാൻ കാരണം, ആരുടെ ചോദിച്ചിട്ട് അവിടെ പോകേണ്ടി ചോദിച്ചു.
അല്ല, നമ്മളത് അവിടെ അങ്ങനെ പ്രശ്നം വന്നപ്പോൾ അങ്ങോട്ടൊന്ന് പോയി എന്നതേ ഉള്ളൂ. ഇത് ശരീരത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായി, ഭൗതികമായ ഒരു ബോധം ഉണ്ടായത് കൊണ്ടാണ്. അപ്പം അവിടെ നമുക്ക് ആ ശ്ലോകത്തിലൂടെ നമുക്ക് പോകാം. 29, 30 നമുക്ക് ഇന്ന് തീർക്കാം. ഓക്കെ. ആശ്ചര്യവൈശ്ചര്യം അന്യ ശൃണോതി ശ്രുതോപ്യേനം വേദ ന ചൈവ കശ്ചിത്. ആശ്ചര്യവൈശ്ചര്യം അന്യ ശൃണോതി ശ്രുതോപ്യേനം വേദ ന ചൈവ കശ്ചിത്. 29. ഓ, അതിന് മുമ്പുള്ള ശ്ലോകം ആശ്ചര്യവത് പശ്യതി കച്ചിവേ. 29th ആശ്ചര്യവത് പശ്യതി കച്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യം അന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ശരിയാണ്, വളരെ കറക്റ്റാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ഇവിടെ ഓക്കെ, 3 കാര്യങ്ങളാണ്. ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. 3 കാര്യം. സൂര്യപ്രകാശം, സൂര്യഗോളം, സൂര്യൻ. മറ്റൊരു രീതിയിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം, സൂര്യഗോളം, സൂര്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂര്യനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മം പരമാത്മേതി. എന്താണ് സ്മിതമായ ശ്ലോകം? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സഭ്യതേ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സഭ്യതേ, അങ്ങനെയാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സന്യതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. സൂര്യപ്രകാശം, സൂര്യഗോളം, സൂര്യൻ. ആ സൂര്യനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപേനം വേദ ന ചൈവ കശ്ചിത്. കശ്ചിത് ഒരാൾ, ഏനം ഇവനെ, ആത്മാവിനെ, ആശ്ചര്യം എന്ന പോലെ പശ്യതി കാണുന്നു, തഥാ ഏവ അപ്രകാരം തന്നെ, അന്യഹ അന്യൻ, ആശ്ചര്യവത് ആശ്ചര്യമെന്ന പോലെ, വദതിജ പറയുകയും ചെയ്യുന്നു, അന്യഹ മറ്റൊരാൾ, ഏനം ഇവനെ, ആത്മാവിനെ കുറിച്ച്, ആശ്ചര്യവത് ആശ്ചര്യം എന്ന പോലെ, ശൃണോതി കേൾക്കുകയും ചെയ്യുന്നു, ശ്രുത്വാപി കേട്ടാൽ തന്നെയും, ചിലർ ന വേദ ഏവ മനസ്സിലാക്കുന്നില്ല തന്നെ. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദയ്ക്ക്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇതാണ് നമ്മുടെ ജീവിതം. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെ ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലർക്കാകട്ടെ കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ട്രിഗണോമെട്രി പഠിക്കുന്നതിൻ്റെ കൂട്ട് പറഞ്ഞിരിക്കും. അപ്പം ഞങ്ങളൊക്കെ ഇതിനെ ആശ്ചര്യം എന്ന പോലെ കേട്ടിരിക്കുന്ന പഠിച്ചിട്ടേ ഇല്ല. ആ മാർക്ക് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നത്. ഇവിടെ ഓക്കെ, ഒന്നുകൂടെ ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി സ്വാപീനം വേദ ന ചൈവ കശ്ചിത്.
ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഒന്ന് വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദ്വദതി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് തദി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപേനം വേദ ന ചൈവ കശ്ചിത്. ഹരേ കൃഷ്ണ. സിമി മാതാജി. ഹരേ കൃഷ്ണ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദ്വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപേനം വേദ ന ചൈവ കശ്ചിത്. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു DDY. നോ സ്ലൈഡ് ഷോ. ഭഗവത്ഗീത കയ്യിലില്ലല്ലേ? ഓക്കെ, നോ ഇഷ്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം സ്മിതമായി ചാറ്റിൽ ഇട്ടോളൂ. ഹരേ കൃഷ്ണ. വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ഒരുമിച്ച്. ആശ്ചര്യവത് പശ്യതി ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപേനം വേദ ന ചൈവ കശ്ചിത്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു. മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭാവാർത്ഥം ജയ്. സുധീർ ബാബു ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. യഥോപനിഷത്ത് മിക്കവാറും ഉപനിഷത്ത് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാകയാൽ ഈ സൂക്തം കഠോപനിഷത്തിൽ 1-2-7 കാണുന്നതിൽ അത്ഭുതമില്ല. ശ്രവണയാഭി ബഹുബീര്യോ ന ലഭ്യ ഭീകരമായ ഒരു മൃഗത്തിന്റെ ശരീരത്തിലും പടുകൂറ്റം വടവൃക്ഷത്തിലും 1 ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകൂടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരമത്തെ. വ്യക്തിഭാവമാർന്ന അണുമാത്രനായ ആത്മസ്ഫുലിംഗത്തിനെ കുറിച്ചുള്ള അത്ഭുത രഹസ്യങ്ങൾ അജ്ഞരും തപശ്ചര്യകളൊന്നുമില്ലാത്തവരുമായ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. പ്രപഞ്ചത്തിലെ പ്രഥമ ജീവസ്വത്തയായ ബ്രഹ്മാവിനും ജ്ഞാനം പകർന്നു കൊടുത്തു. പ്രാമാണികർ ഒരു പക്ഷേ ഇത് വിശദീകരിച്ചു കൊടുത്തു എന്നിരിക്കലും അവർക്കിത് മനസ്സിലാവുകയില്ല. നന്നേ സൂക്ഷ്മമായ ഒരു അണുവിന് ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതുമാകാൻ കഴിയുമെന്ന് സ്ഥൂലമായ ഭൗതിക ബോധമുള്ളതുകൊണ്ട് ആധുനിക മനുഷ്യര് ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവില്ല. അവർ ആത്മാവിനെ ധർണ കൊണ്ടോ വർണ്ണ വിഷയമെന്ന നിലയ്ക്കോ ആശ്ചര്യമെന്ന് കരുതുന്നു. മായാമോഹിതരായ ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടനായിത്തീരുന്നു. ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലെ കലാശിക്കൂ എന്നത് വാസ്തവമെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആത്മാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ഭൗതിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ എന്ന് വരാം. ആത്മാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ചിലർ
വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന സദസ്സുകളിലോ സത്സംഗങ്ങളിലോ പങ്കെടുക്കുന്നുണ്ടാവും. എങ്കിലും ചിലപ്പോൾ അറിവില്ലായ്മ കാരണം പരമാത്മാവും അണുമാത്രനായ ആത്മാവും സ്ഥൂല സൂക്ഷ്മ വ്യത്യാസമെന്നേ ഒന്നു തന്നെ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പരമാത്മാവ്, അണുമാത്രനായ ജീവാത്മാവ് എന്നിവയുടെ നില, അവരുടെ പ്രവർത്തനങ്ങൾ, പരസ്പര ബന്ധം, അവയെ സംബന്ധിച്ച മറ്റു ചെറുതും വലുതുമായ വിവരങ്ങൾ, ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ ഗ്രഹിച്ചിട്ടുള്ളവരെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. ഈ ആത്മജ്ഞാനം കൊണ്ട് പൂർണ്ണമായ പ്രയോജനം നേടി ആത്മാവിന്റെ നില എങ്ങനെയെന്ന് വിവിധ കാഴ്ചപ്പാടുകളിൽ കൂടി വിവരിച്ചു തരുവാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്താൻ അതിലേറെ പ്രയാസമുണ്ട്. ഏതു വിധത്തിലെങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ സാധിച്ചാൽ മനുഷ്യന് ജീവിതം സഫലമായി. മറ്റു സിദ്ധാന്തങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ സർവോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അംഗീകരിക്കുക എന്നതാണ് ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. മാത്രമല്ല, കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി സ്വീകരിക്കാൻ ഒരാൾ മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ഒട്ടേറെ തപസ്സും ത്യാഗവും അനുഷ്ഠിച്ചേ തീരൂ. ഒരു പരിശുദ്ധ കൃഷ്ണ ഭക്തന്റെ ഹേതുകമായ കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയൂ. മറ്റു മാർഗമില്ല. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ വളരെ ആശ്ചര്യപൂർവ്വം, എന്നെ പോലുള്ളവർക്ക് ട്രിഗണോമെട്രി ആശ്ചര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ, ചിലർ വളരെ ഈസി ആയിട്ട്, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വളരെ ഈസി ആയിട്ട് കാണാതെ പഠിച്ചു ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പൊ അതുപോലെ ആത്മാവിനെ കുറിച്ച് വിശദമായിട്ട് പറയുമ്പോൾ ചിലർക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല, ഗഹനമായിട്ട് അറിയാൻ പറ്റത്തില്ല. എന്നാൽ അത് വാസ്തവമാണ്, പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആകൃഷ്ടരാകും. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആകൃഷ്ടരാകുമ്പോൾ അന്യോന്യം കലഹമുണ്ടാകും. രാജ്യങ്ങളും തമ്മിൽ കലഹമുണ്ടാകും. പ്രഭുപാദര് പ്രത്യേകം പറയുന്നുണ്ട്, ആത്മീയമായി ഉന്നമനം നേടിയവർ മാത്രമേ ഭരണകർത്താക്കളാകാൻ പാടുള്ളൂ എന്നതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഇന്ന് ഒരു രാജ്യത്തെ ജയിക്കുമ്പോൾ നാളെ മറ്റൊരു രാജ്യത്തെ നമ്മൾ ഭയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭയം എന്നൊരു സംഭവം ഒരിക്കലും വഴിമാറുന്നതേയില്ല. ഇന്ന് ഒരു രാജ്യത്തെ നമ്മൾ വിജയിക്കുന്നു, നാളെ മറ്റൊരു രാജ്യത്തിനോട് നമ്മൾ ഭയക്കുന്നു. ഇന്ന് ഒരു വൈറസിനെ നമ്മൾ ഭയക്കുന്നു, ജയിക്കുന്നു, നാളെ മറ്റൊരു വൈറസിനെ നമ്മൾ ഭയക്കുന്നു. അപ്പം ഈ ഭയം എപ്പോഴും ഈ കലികാലത്ത് വന്നുകൊണ്ടേയിരിക്കും. അവിടെ ആത്മാവിനെ തിരിച്ചറിയാത്തത് മൂലം വീണ്ടും കൂടുതൽ സങ്കീർണതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെയാണ് വീണ്ടും ഭഗവാൻ പറയുന്നത്, ഈ ആത്മജ്ഞാനം കൊണ്ട് പൂർണ്ണമായ പ്രയോജനം നേടി ആത്മാവിന്റെ നില എങ്ങനെയാണെന്ന് വിവിധ കാഴ്ചപ്പാടുകളിൽ കൂടെ വിവരിച്ചു തരാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്താൻ അതിലേറെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അതേസമയം ഇന്ന് ഈ കലിയുഗത്ത് പ്രഭുപാദരുടെ മെഴ്സി കൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അതേസമയം നമ്മൾ വീണ്ടും ഭൗതികതയിലേക്കാണ്. നമുക്കറിയാം, ഇതല്ല നമുക്ക് ലക്ഷ്യം, ഭൗതികമായ താല്പര്യമാണ്, നമുക്ക് ഇന്നതൊക്കെ നേടണം. ഇന്ദ്രിയ ആസ്വാദനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീണ്ടും വിഷമമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അവിടെ ശ്രേഷ്ഠമായ ഒരു ഉദാഹരണം പറയാനുണ്ട്. പേര് കേട്ട ഒരു ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു, ആർതർ ആഷെ. അദ്ദേഹത്തിന് 1993 ഇന്നത്തെ പോലെ യാതൊരു മരുന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ HIV പിടിപെട്ടു. വേൾഡ് ടെന്നീസ് പ്ലെയർ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പത്രക്കാർ ചോദിച്ചു, ഹൗ യു ഫീൽ ഇറ്റ്? അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാൻ വലിയൊരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ടെന്നീസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലെ കുറച്ചു പേരാണ്
ബാറ്റും ബോളും ഒക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ കുറച്ചു പേരാണ് വെറുതെ കളിക്കാൻ ഇറങ്ങുന്നത്. അതിലെ കുറച്ചു പേരാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അതിലെ കുറച്ചു പേരാണ് ഫൈനലി വരുന്നത്. അതിലെ ഒരാളാണ് ലോക ജേതാവാകുന്നത്. ആ ജേതാവ് ഞാനാണ്. ഒരിക്കൽ എനിക്കും കിട്ടി. ആ സമയത്ത് ഞാൻ ഭഗവാന്റെ അടുത്ത് ചോദിച്ചില്ല, നീ എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു എന്നാണ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് പ്രയത്നിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്തു. ചെറിയ ചെറിയ പോയിന്റുകൾക്കുള്ള വ്യത്യാസത്തിലായിരിക്കാം ഇദ്ദേഹം ജയിച്ചത്. അപ്പൊ അദ്ദേഹം ചെന്ന് ഭഗവാനോട് ചോദിച്ചില്ല, നീ എന്താണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന്. Where you choose me. അപ്പം ഇപ്പോൾ എനിക്ക് ഈ അസുഖം വരുമ്പോൾ, HIV വരുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ അന്നേരവും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് നീ ഇതിനു വേണ്ടിയിട്ട് എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ആ നേട്ടം ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഇന്ന് ഭൗതികമായി കാണുന്ന ഈ കോട്ടവും ഭഗവാന്റെ അറേഞ്ച്മെന്റ്. അവിടെ രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് വരുമ്പോഴാണ് സറണ്ടർ എന്ന വാക്കിന് അർത്ഥം വരുന്നത്. കീഴടങ്ങി. കീഴടങ്ങി എന്ന അർത്ഥം വരുന്നത് ആ സറണ്ടർ. അപ്പൊ ആത്മാവിനെ നമ്മൾ കാണാൻ ശ്രമിക്കും. രണ്ടിനെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നത് ആത്മാവിനെ കാണുന്നത് കൊണ്ട്. അപ്പം അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ പാതയിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കും ആത്മാവിനെ. നോക്കൂ, എത്ര ഉദാത്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എത്ര ഉദാഹരണമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ ടെന്നീസ് പ്ലെയർ ആർത്തർ ആഷെ. 1993 അദ്ദേഹത്തിന് HIV വന്നത്. അപ്പം ആത്മാവിനെ കാണാൻ ശ്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനാണോ, നരോത്തമദാസ് ഠാക്കൂറാണോ, സ്മിതമാതാജി കുഷ്ഠരോഗം വന്ന് ഇങ്ങനെ പുഴു നിളയ്ക്കുന്ന ഒരു അവസ്ഥയിലായത്? പ്രഭു കേട്ടില്ല. ഈ കുഷ്ഠരോഗം വന്നിട്ട്, ലെപ്രസി വന്നിട്ട് പുഴു ശരീരം നരോത്തമദാസ് ഠാക്കൂർ ആയിരുന്നോ? അല്ല പ്രഭു, ഞാൻ നോക്കിയിട്ട് പറയാം. ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വലിയൊരു ഭക്തൻ. ആ ഭക്തൻ അദ്ദേഹത്തിന്റെ വ്രണങ്ങളിൽ നിന്ന് പുഴു താഴോട്ട് പോകുമ്പം ഈ പുഴുവിനെ എടുത്ത് തിരിച്ച് ഈ വ്രണത്തിലോട്ട് എടുത്തു വെക്കും. അദ്ദേഹം പറഞ്ഞെന്താ അറിയാമോ? എന്റെ ജീവിതം എന്തായാലും പോയി, എനിക്ക് ലോകത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ പുഴുവെങ്കിലും ജീവിക്കട്ടെ, ആ ആത്മാവെങ്കിലും ജീവിക്കട്ടെ. അപ്പം ഇതൊക്കെ വേറിട്ട കാഴ്ചപ്പാടുകളാണ്. നമുക്കൊന്നും ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ തരത്തിലോട്ടെങ്കിലും വന്നില്ലെങ്കിലും അധികമായ കാമവാസനകളിൽ നിന്ന് പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിനെ തിരഞ്ഞെടുക്കണം. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ദശാവതാര സ്തോത്രത്തിലോട്ട് പോകാം. കഴിഞ്ഞ ചൊവ്വാഴ്ച ചെയ്യേണ്ടതായിരുന്നു. ദേഹേ നിത്യം അവധ്യോ അയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ദേഹേ നിത്യം അവധ്യോ അയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതും അർഹസി. ദേഹേ നിത്യമവധ്യോയം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ന ത്വം ശോചിതുമർഹസി. ദേഹി നിത്യമവധ്യോയം ദേഹേ നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി.
न त्वं शोचितुमर्हसि ശബ്ദാർത്ഥം ബൈ സുശീല പ്രഭുപാദ വിജയ്. ഭാരത, ഹേ ഭാരത, സർവസ്യ ഏവരുടെയും ദേഹി ദേഹത്തിൽ, അയം ദേഹി ഈ ദേഹി ആത്മാവ് നിത്യം എന്നും ഒരിക്കലും അബദ്ധ്യനാണ്, വധിക്കപ്പെടാൻ കഴിയാത്തവനാണ്. തസ്മാത് അതുകൊണ്ട് സർവാണി എല്ലാ ഭൂതാനി ജീവജാലങ്ങളെ കുറിച്ചും ത്വം നീ ശോചിതും ദുഃഖിക്കുവാൻ ന അർഹസി അർഹനല്ല. വിവർത്തനം ആവർത്തനത്തോട് ശീലപ്രഭുപാദയ്ക്ക് ചെയ്യും. ഹേ ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ദേഹി നിത്യമവധ്യോയം നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ന ത്വം ശോചിതുമർഹസി. ഹേ ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത് അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. മാതാജി. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഹരേ കൃഷ്ണ. സുമാജി. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഹരേ കൃഷ്ണ. നീരാജി. 30ാമത്തെ ശ്ലോകം ഭഗവത്ഗീത. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചോളൂ നീരാജി. The Lord now concludes the chapter of പർപ്പട്ടല്ലേ വായിക്കണ്ടേ? അതെ. The Lord now translation. O descendant of Bharata, Yes. he who dwells in the body can never be slain. Therefore, you need not grieve for any living being. Hare Krishna. Hare Krishna. Sushimru. ഹരേ കൃഷ്ണ. ശ്ലോകമാണോ എന്താണ്? ശ്ലോകം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത സത്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു DDY. ഹരേ കൃഷ്ണ. ദേഹി നിത്യമവധ്യോ അയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഓക്കെ. ഇനി ആരാ? നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതേയില്ല.
സുമാജി അതിന്റെ ഭാവാർത്ഥം വായിക്കാം. ശ്രീ ഭഗവാൻ പരിണാമതീതനായ ആത്മാവിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിനു ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനൻ തന്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവൈദ്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഭൗതിക ശരീരത്തിന് അതീതമായി ഒരാത്മാവ് ഉണ്ടെന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ആത്മാവ് എന്നൊന്ന് ഇല്ലെന്നോ രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രണ ഫലമായി ഭൗതിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണെന്നോ പറയുന്നതല്ല ശരി. ആത്മാവിന് ശാശ്വതത്വമുണ്ടെന്നിരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. ആത്മാവിന് ശാശ്വതമുണ്ടെന്നിരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാൻ വയ്യ. ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. അപ്പം അർജുനടുത്ത് പറയുന്നത്, യുദ്ധം വരുമ്പോൾ നീ യുദ്ധം ചെയ്യേണ്ടവനാണ്. അപ്പം അതിനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അതിനെ സാധൂകരിക്കപ്പെടണം. എങ്ങനെ സാധൂകരിക്കപ്പെടണം? ഒരു ന്യായാധിപൻ ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് പോലെ ന്യായീകരിക്കപ്പെടണം. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ആകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, അർജുന, നീ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം. ഞാനാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്. അതുപോലെ നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി നമ്മൾ ഭൗതികമായി ചിന്തിക്കാതെ ഇന്ദ്രിയ ആസ്വാദനത്തിൽ ഏർപ്പെടാതെ നമ്മൾ ചെയ്യണം എന്നാണ്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് കൃത്യമായി ചെയ്യുക. ആത്മാവിനെ അവിടെയാണ് ആത്മബോധം. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശം എന്ന ഖണ്ഡകാവ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഒരുപാട് മനസ്സിലാവും. ഒന്നുകൂടെ ആത്മാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. സ്മിതമാതീനകത്ത് ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചൈതന്യ ചേതാമൃതത്തിലാണ് അത് വരുന്നത്. ലെപ്രസി എടുത്ത് അദ്ദേഹത്തിന്റെ പേര് വാസുദേവൻ എന്നാണല്ലേ മാതാജി. അപ്പം ആ കുഷ്ഠരോഗി കുഷ്ഠം വന്നിട്ട് വളരെ അത്ഭുതമാണ്. വന്നിട്ട് ഇവിടെ മാന്ത്രിക കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇതൊന്നും ആൾക്കാർക്ക് കൂടുതൽ അറിയത്തില്ല സംഭവിച്ചതൊന്നും. എന്നെ അവിടെ ഇത്രയും കുഷ്ഠരോഗികളെ കൂടെ ആതുര ശുശ്രൂഷ ചെയ്തു എന്നൊക്കെ അല്ലാതെ നമ്മൾ കേൾക്കുന്നതല്ലാതെ ഇതൊന്നും നമ്മൾ ഒരിക്കലും കേൾക്കാൻ വഴിയില്ല. കാര്യം ഇതൊക്കെ ആത്മീയ ജ്ഞാനങ്ങളാണ്. ആരും ഒട്ട് പറയാനും പോകുന്നില്ല. അപ്പൊ ഈ രോഗി, ഭഗവാന്റെ വളരെ ഭക്തനായ ഈ രോഗി, ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു. ഈ വ്രണങ്ങളിൽ നിന്ന് പുഴു ഞൊളച്ചിട്ട് പുഴു താഴെ വീഴുമ്പോൾ എൻ്റെ ശരീരം കൊണ്ടേ ആർക്കും ഒന്നും ഒരു പാഴ്വസ്തുവായിട്ട് മാറി. ഈ പുഴുക്കൾക്കെങ്കിലും ഈ ശരീരം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പുഴുക്കളെ തിരിച്ചെടുത്തു. ഇത് കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു ഈ ഭക്തനെ ആലിംഗനം ചെയ്തു. ഒരു ദിവസം ആ വ്രണത്തോടെയുള്ള ശരീരത്തെ ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്ത വേളയിൽ തന്നെ മാത്രമേ തന്നെ ആ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറി, എല്ലാ വ്രണങ്ങളും മാറി, ഗോൾഡൻ നിറമായ ശരീരമായിട്ട് ആ ഭക്തന് തിരിച്ചു കിട്ടി. അപ്പം അത്രയും ചിന്തിക്കാനുള്ള ഒരു ശേഷി നമുക്കില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു തുമ്പെങ്കിലും നമ്മൾ ആ ഒരു വിശ്വാസം ഭഗവാനിൽ വേണം. അചഞ്ചലമായൊരു വിശ്വാസം. നമ്മൾ ഈ ശരീരത്തെ അല്ല നോക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നൊരു കഥയുണ്ട്. വാസവദത്തയുടെ കഥ. സമയമായില്ല പോലും. കുമാരനാശാന്റെ വാസവദത്തയാണ്. ഉപഗുപ്തനെ എത്രയോ പ്രാവശ്യം പോയി വിളിക്കുന്നുണ്ട്. യൗവനയുക്തമായ ശരീരമുള്ളപ്പോഴാണ് പോയി വിളിക്കുന്നത്. അപ്പോഴും ഉപഗുപ്തൻ പറഞ്ഞയക്കും, സമയമായില്ല പോലും. കാരണം വാസവദത്ത പറയും, സഖി, ഒരു പക്ഷേ അദ്ദേഹം ഒരു സന്യാസിയാണ്, സർവാംഗ പരിത്യാഗിയാണ്. അപ്പം കാശൊന്നും കാണത്തില്ല, ധനത്തിലൊന്നും എനിക്ക് മോഹമില്ല എന്ന് ഉപഗുപ്തനോട് പറയൂ. ആ ഉപഗുപ്തനെ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞയക്കുമ്പോഴും വീണ്ടും ഉപഗുപ്തൻ പറഞ്ഞയക്കും, സമയമായില്ല പോലും. അവസാനം
ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകും ഒരു കേസിൽ വാസവദത്ത. തൻ്റെ കൈയും കാലും സ്തനങ്ങളും ഛേദിച്ച് ചുടുകാട്ടിൽ വലിച്ചെറിയും. അതായിരുന്നു ശിക്ഷ. അപ്പോഴും ആ വാസവദത്തയുടെ കൂടെ വാസവദത്തയുടെ തോഴി കൂട്ടുകാരി അപ്പോഴും ആ രക്തം വാർന്നിറങ്ങുന്ന ശരീരത്ത് ഈച്ചയൊന്നും മരിക്കാതെ ആട്ടി അങ്ങനെ ഇരിക്കും. ആ സമയത്താണ് ഉപഗുപ്തൻ അവിടെ വരുന്നത്. ഉപഗുപ്തനെ നോക്കി കണ്ടുകൊണ്ട് രക്തം വാർന്നൊഴുകുന്ന ശരീരവുമായിട്ട് വേദനയുമായിട്ട് വാസവദത്ത ചോദിക്കും, അങ്ങ് ഇപ്പോഴെന്തിനാണ് വന്നത്? ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എൻ്റെ ശരീരം ഒരിക്കൽ യൗവനയുക്തിയായിരുന്നു. എത്രയോ ആൾക്കാർ എൻ്റെ ശരീരത്തെ ആസ്വദിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് അങ്ങേ ആഗ്രഹിച്ചു. അങ്ങയുടെ ധനത്തിലായിരുന്നില്ല എനിക്ക് ആഗ്രഹം, അങ്ങയുടെ ശരീരത്തിലായിരുന്നു ആഗ്രഹം. അന്നേരൊന്നും വന്നില്ല. ഇപ്പോൾ വന്നിട്ട് എന്ത് കാര്യമെന്ന് വാസവദത്ത ചോദിക്കുമ്പം ഉപഗുപ്തൻ തിരിച്ചു പറയും, ഞാൻ ഈ ശരീരത്തെ കാണാനല്ല വന്നത്, ഈ ആത്മാവിനെ കാണാനാണ് വന്നിട്ട് പറഞ്ഞിട്ട് ആ വാസവദത്തയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്ദ്രിയ ആസ്വാദനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവസാനം വാസവദത്തയും ഇന്ദ്രിയ ആസ്വാദനങ്ങളിലേക്ക് പോയിട്ട് വയറ്റിപ്പഴപ്പാണോ എന്ന് തോന്നുന്നു അറിയത്തില്ല. പക്ഷേ ഇന്ദ്രിയ ആസ്വാദനങ്ങളിലേക്ക് പോയി അവസാനം വന്ന് പെട്ടത് ചുടുകാട്ടിലാണ്. എങ്ങനെ? കൈയും കാലും സ്തനവും വെട്ടിമാറ്റി ആ ശരീരത്തിന് ക്രൂരമായിട്ട് പെരുമാറി വേദനയോടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടാക്കിയില്ല, ഒന്നും ജീവിതത്തിൽ നേടിയില്ല. അപ്പം ഇത് ഇവിടെയാണ് ആത്മാവും ഭൗതികതയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആത്മാവിനെ തേടേണ്ട ആവശ്യം. അവിടെയാണ് ഞാൻ വീണ്ടും 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 പറയുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് രാധാനാഥ് സ്വാമി ജീവിതത്തിൽ വായിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് സുശീംബ്രു. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഞാനൊരു ശ്ലോകം അതിന്റെ അർത്ഥം പറയാം. ഭാഗവതം ഞാൻ വായിച്ചെത്തിയ ഒരു സ്ഥലം ഇതുമായിട്ട് ഈ ജോലി ഇതൊക്കെ ആയിട്ടൊരു ബന്ധമുള്ളതാണ്. ഞാനിങ്ങനെ അത് വായിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് പറയുന്നതാണ്. 3-ാം സ്കന്ധം 2-ാമത്തെ അധ്യായം 23-ാമത്തെ ശ്ലോകം. നേഹ യത് കർമ്മ ധർമായ ന വിരാഗായ കൽപ്പതേ ന തീർത്ഥ പദ സേവയൈ ജീവന്നബി മൃതേ ഹി സഹ. ഏതൊരുവന്റെ തൊഴിൽ ധാർമ്മിക ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ലയോ, ഏതൊരുവന്റെ ധാർമ്മികമായ ആചാരാനുഷ്ഠാനങ്ങൾ അവനെ വൈരാഗ്യത്തിലേക്ക് ഉയർത്തുന്നില്ലയോ, ഏതൊരുവന്റെ വൈരാഗ്യം അവനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിലേക്ക് നയിക്കുന്നില്ലയോ, അവൻ ശ്വസിക്കുന്നുണ്ടെങ്കിലും മരിച്ചവനായി പരിഗണിക്കപ്പെടും. പറയാമോ? ഏതൊരുവന്റെ തൊഴിൽ ധാർമ്മിക ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ലയോ, ഏതൊരുവന്റെ ധാർമ്മികമായ ആചാരാനുഷ്ഠാനങ്ങൾ അവന്റെ വൈരാഗ്യത്തിലോട്ട് ഉയർത്തുന്നില്ലയോ, ഏതൊരുവന്റെ വൈരാഗ്യം അവനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിലേക്ക് നയിക്കുന്നില്ലയോ, അവൻ ശ്വസിക്കുന്നുണ്ടെങ്കിലും മരിച്ചവനായി പരിഗണിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഇതില് സമാനമായിട്ടൊരു ശ്ലോകം വീണ്ടും വരുന്നുണ്ട്, ഓർമ്മ വരുന്നില്ല. അതായത് ഭഗവാന്റെ വചനങ്ങൾ കേൾക്കുവാനുള്ള ആ ഒരു ത്രാണി നമ്മുടെ ചെവിക്കില്ലെങ്കിൽ ആ ചെവിയെ പാമ്പിൻ മാളങ്ങളെ പോലെ കരുതണം. തോമസ്കന്ധത്തിലാണ് പറയുന്നത്. ബാക്കി എനിക്ക് ഓർമ്മയില്ല. അതായത് പ്രഭു പറഞ്ഞ പോലെ ഞാൻ അതേ തോന്നുന്നു, ഞാൻ എടുക്കാം. ദേവഹൂതിയുടെ ഭയങ്കര രസകരമായ ഭാഗമാണത്. ദേവഹൂതിക്ക് 9 പെൺമക്കളായിപ്പോ. അത് കാരണം ദേവഹൂതിക്കായിരുന്നു ഈ ഇതിന്റെ താല്പര്യം കൂടുതലായി നിന്നത് കൊണ്ടാണ് പെൺകുട്ടികളായി പോയത്. അതിനെക്കുറിച്ച് ഭാഗവതം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും വരുന്നു. ഭയങ്കര രസകരമാണത്.
ഹരേ കൃഷ്ണ. ഇതിന്റെ തൊട്ട് മുമ്പിൽ പറയുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ രാമായണം വായിച്ചു. അപ്പം സ്മിത മാതാജി നോക്കി വെക്കുക. 8:35 നമുക്ക് അടുത്ത കീർത്തനത്തിലോട്ട് പോകാം. ഒരു ചെറിയൊരു കീർത്തനം കഴിഞ്ഞ വെള്ളിയാഴ്ച നരസിംഹ ആരതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ദശാവതാര സ്തോത്രം ചൊല്ലേണ്ടതായിരുന്നു. അപ്പൊ ആ ദശാവതാര സ്തോത്രം ഇന്ന് സ്നേഹ ചൊല്ലും. ഹരേ കൃഷ്ണ. ഞാൻ ചാറ്റിലിട്ടിട്ടുണ്ട് ശ്ലോകം. സെക്കൻഡ് കണ്ടുവരാണല്ലേ. ഹരേ കൃഷ്ണ. One who does not listen to the message about the progress and the marvelous act of the personality of Godhead and has not sung or chanted loudly the worthy songs about the Lord is to be considered to possess like the holes of snake and a tongue like the tongue of a frog. തവളയുടെ നാവ് പോലിരിക്കും. അവക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ വെറും പ്രോ 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 പറയുന്ന തവളയെ പോലെ ഇരിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. 8:35. ഒന്ന് രണ്ട് ശ്ലോകം സുശിംപ്രഭു ആ ശ്ലോകം കൂടെ ഒന്ന് പിന്നെ ആ നമ്പർ ഒന്ന് ഇട്ടേരെ ഞാത്തോട്ടെ പറ്റുമെങ്കിൽ ചാറ്റ് ബോക്സിൽ. മാതാജി എങ്ങനെയാണ് ഇങ്ങനെ ഇടുന്നത്? ആ ചാറ്റില് കോപ്പി പേസ്റ്റ് ചെയ്യായിരിക്കും. അത് എന്റെ സിസ്റ്റത്തിൽ എന്നല്ല ഞാൻ വായിക്കുന്നത്, മൊബൈലിൽ നിന്ന് അല്ലേ? ഇച്ചിരി പാട്. ശ്ലോകം ഒന്ന് പറഞ്ഞേരെ, ഞാൻ നോക്കാം. നമ്പര് കണ്ടോ? നമ്പര് പറയാം. നമ്പര് 3 സ്കന്ധം 2-ാം അധ്യായം 23-ാമത്തെ ശ്ലോകമാണ് ഞാൻ വായിച്ചത്. ഓക്കെ, ഞാൻ ഇടാം. ഓക്കെ. ഹരേ കൃഷ്ണ. സ്നേഹ ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. പ്രഭു 56 അല്ലേ? ഓക്കെ, 56. ഓക്കെ. സ്നേഹ റെഡി. 3-2 അധ്യായം. ഓക്കെ. ഹരേ കൃഷ്ണ. Nagama
जगदीश हरे जय जगदीश हरे जलयसि विक्रमणे बलिमद्भुतवामना वदन जनपावन केशवधृता जगदीश हरे शक्तिमरुधिरमये जगदपगतपापम् स्नपयसि पयसि शमितभवतापम् केशवधृता भृगुपतिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे वितरसि दिक्षुरनिधिपतिकमनीयम् दशमुखमौलिबलिं रमणीयम् केशवधृता रामशरीरा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे रहसि वपुषिविशरे वसनं जलदावम् हलहति भीतिमिलितयमुनावम् केशवधृता हलधररूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे निन्दसि यज्ञविदे आश्रुतिजातम् सदय हृदयदर्शितपशुघातम् केशवधृता बुद्धशरीरा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे निजनिवारणिगणे कलयसि दरवालम् धूमकेतुमिदकिमपि करालम् केशवधृता कल्किशरीरा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे श्री जय देव कवेरिदमुदितमुदारम् शृणु सुखदं शुभदं भवसारम् केशवधृता दशविधरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे कृष्ण हरे कृष्ण 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 हरे हरे
Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Krishna Hare Krishna 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 Hare Hare Rama Hare Rama 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 Hare Krishna Hare Krishna 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 Hare Hare Rama Hare Rama 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 Hare Krishna Hare Krishna 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 Hare Rama Hare Rama 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 Krishna Hare Krishna 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 Hare Hare Rama Hare Rama 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 Hare Hare Krishna Hare Krishna 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 Hare ഹരേ കൃഷ്ണ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ ദശാവതാര സ്തോത്രത്തിന്റെ അവസാനം ദശാവതാര താങ്ക് യു സ്നേഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ദശാവതാര സ്തോത്രത്തിലെ ഏതേവ കവികൾ പറയാണ്, കൃഷ്ണ അങ്ങ് 10 രൂപങ്ങളുടെ 10 അവതാരങ്ങളുടെ രൂപത്തിൽ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങേക്ക് എൻ്റെ പ്രണാമം. അങ്ങ് മത്സ്യത്തിന്റെ രൂപത്തിൽ വന്ന് വേദങ്ങളെ രക്ഷിച്ചു. കൂർമാവതാരത്തില് മന്ദരാപർവ്വതം പുറകിൽ വഹിച്ചുകൊണ്ടുവന്നു. അതുപോലെ തന്നെ വരാഹ രൂപത്തിൽ വന്ന് ഈ ഭൂമിയെ ഉയർത്തിയെടുത്തു. നരസിംഹ രൂപത്തിൽ വന്ന് ഹിരണ്യകശിപു എന്ന രാക്ഷസിന്റെ നെഞ്ച് പിളർന്നു.
വാമന ദേവന്റെ രൂപത്തിൽ വന്ന് അങ്ങ് ദൈത്യരാജാവായ ബലിയോട് 3 അടികൾ ചോദിച്ച് കബളിപ്പിച്ചു. വീണ്ടും പരശുരാമൻ അവതാരത്തിൽ വന്ന് ക്ഷത്രിയരെ എല്ലാം കൊന്നു. അതേസമയം തന്നെ രാമചന്ദ്ര പ്രഭുവായി വന്ന് അങ്ങ് രാക്ഷസ രാജാവായ രാവണനെ ജയിച്ചു. വീണ്ടും അങ്ങ് ബലരാമനായിട്ട് വന്ന് കലപ്പച്ചു ദുഷ്ടന്മാരെ കീഴടക്കി യമുന നദി അങ്ങയുടെ അടുത്തേക്ക് അടുപ്പിച്ചു. വീണ്ടും അങ്ങ് ബുദ്ധൻ ആയി അവതരിച്ച് എല്ലാ ജീവജാലങ്ങളും അങ്ങയുടെ സൃഷ്ടിയാണ് എന്ന ആ സഹതാപ സെന്റിമെന്റ്സ് എല്ലാവരെയും അഹിംസ എന്ന തത്വം പഠിപ്പിച്ചു. കലിയുഗത്തില് മ്ലേച്ഛന്മാരെ വധിക്കുവാനായി അങ്ങ് കൽക്കിയായി പ്രത്യക്ഷപ്പെടുന്നു. ഈ 10 അവതാരങ്ങളും എടുത്ത കൃഷ്ണ അങ്ങേക്ക് സാദര നമസ്കാരങ്ങളെന്ന് ജയദേവ കവികൾ പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. അടുത്ത ആഴ്ച ആരാണ് പാട്ട്? ഇനി തൊട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും